ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മെഡലുകളില്ല എന്ന് പറഞ്ഞ് കഴിവേറികളെ കണ്ടുപിടിക്കാൻ സർക്കാർ ഒരു ഓഫീസറെ ആന്ധ്രയിൽ ഒരു പട്ടിക്കാട്ടിലേക്ക് അയക്കുന്നു. ആ പട്ടിക്കാട്ടിൽ ഏത് മത്സരം നടത്തിയാലും അതിൽ ഒരേ ഒരു കഴിവേറിയുള്ളൂ, അതാണ് നമ്മുടെ പെഡി. പെഡിയോ ഏതാണ് ആ തെണ്ടി എന്ന ഓഫീസർ ചോദിച്ചപ്പോൾ നാട്ടുകാർ ഒന്നടങ്കാൻ പറഞ്ഞു അത് പട്ടിക്കാടിന്റെ അപ്പുറത്തുള്ള കുറ്റിക്കാട്ടിലെ ഒരു കൂലിപ്പണി രാജനാണെന്ന്. റേഷൻ കാർഡ് പോയിട്ട് ആധാർ കാർഡ് പോലും ഇല്ലാത്ത തെണ്ടി. സോറി, പെഡിയുടെ കുറ്റിക്കാടിന് പേര് പോലും ഇല്ലായിരുന്നു. പെഡിക്ക് പെണ്ണില്ലെങ്കിലും എങ്ങനെങ്കിലും കെട്ടി ചില്ലാവണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ റേഷൻ കാർഡില്ലാത്ത പെഡിയെ കെട്ടാൻ ഒരു പെണ്ണും തയ്യാറായില്ല. അപ്പോഴാണ് തുണി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത പൊളിറ്റീഷ്യന്റെ അഴുക്ക മകളായ ആച്ചിയമ്മ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി അവരുടെ തന്നെ കരിമ്പുന്തോട്ടം തീയിട്ട് കത്തിക്കുന്നു. നാട്ടുകാരുടെ വോട്ട് അടിച്ചെടുക്കാനുള്ള ഓട്ടത്തിൽ നേരാവണ്ണം ഡ്രസ് ഇടാൻ മറന്ന ആച്ചിയമ്മ മുടി സ്ട്രെയിറ്റ് ചെയ്യാനും കളർ ചെയ്യാനും മറന്നില്ല. ആച്ചിയമ്മയെ കണ്ടപ്പോ തന്നെ പെഡിക്ക് അവളോട് ക്രഷ് അടിച്ച് ചില്ലാവാൻ തോന്നി. അവളെ കാണുമ്പോ അവൻ എപ്പോഴും അടിവയറ്റിലെ മഞ്ഞുള്ള രാത്രിയായിരുന്നു. അങ്ങനെ അന്ന് രാത്രി കഴപ്പ് കാണിക്കാൻ പെഡി കരണ്ട് പോയി തക്കം നോക്കി അവളുടെ റൂമിലേക്ക് വന്ന് മുത്തു കൊടുത്ത പോലെ മുത്തുകവ് കൊടുക്കുന്നു. അവൻ പെഡിയല്ല, സർട്ടിഫൈഡ് തിണ്ടിയാണെന്ന് പ്രൂവായി. അവൾക്ക് മനസ്സിലായില്ല ആരാണെന്ന്. അടുത്ത ദിവസം സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന അമ്മച്ചിയുടെ പാവാടോരൻ വില്ലന്മാർ നോക്കി. എന്നാൽ അമ്മച്ചിയുടെ ട്രൂ ലവ് ആയിരുന്ന പെഡി മറ്റുള്ളവർ കാണാതിരിക്കാൻ പന്തൽ പൊളിച്ചു. ഇവിടെ തെണ്ടിത്തരം കാണിക്കാൻ പെഡിയുണ്ട്, വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ലെന്നവൻ പറഞ്ഞു. വില്ലന്മാർ പാവാട ഇല്ലാത്ത അമ്മച്ചിയുടെ ഫോട്ടോ പ്രിന്റ് എടുക്കാൻ പോകുമ്പോൾ പെഡി എല്ലാത്തിനെയും അടിച്ചു തൂറ്റിച്ചു. വർഷങ്ങളായി ഒരു കിളവൻ കുറ്റിക്കാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് ഒരു റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും വേണമെന്ന് ആവശ്യമായി സമരം നടത്തിയിരുന്നു. ഒരു ദിവസം ഓട്ടോറിക്ഷയ്ക്ക് കൈയാട്ടുന്ന പോലെ ട്രെയിനിൽ കൈയാട്ടി കിളവൻ വടിയായി. മരിക്കുന്നതിന് മുമ്പ് കിളവൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നാടിനെ നോക്കിക്കോളനേടാ. നമ്മുടെ കുറ്റിക്കാട്ടിലെ റേഷൻ കടയിൽ നിന്ന് അരിയും മണ്ണെണ്ണയും വാങ്ങണമെന്നും അയാൾ പെഡിയോട് പറയുന്നു. അങ്ങനെ റേഷൻ കടയ്ക്കും പട്ടിക്കാട്ടിന് ഒരു പേരും ഉണ്ടാക്കാൻ വേണ്ടി പെഡി ഗുസ്തി പഠിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നാട്ടിലെ മെയിൻ തൂറ്റിക്കൽ ആശാന്റെ അടുത്ത് പെഡി ഗുസ്തി പഠിക്കാൻ പോയി. ആദ്യമൊന്നും അണ്ണൻ തൂറ്റിക്കാൻ പഠിപ്പിച്ചില്ല. പിന്നെ പെഡിക്ക് എങ്ങനെ ആളുകൾ തൂറ്റിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആശാൻ. ഒരു ദിവസം ആച്ചയമ്മ മതിൽ ചാടി പെഡിയുടെ അടുത്തേക്ക് വന്നു. പാവാട പോയപ്പോൾ കട്ടയും ഇട്ടയും താങ്ക്സ് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ അമ്മച്ചി വീഴാൻ പോയി. കിട്ടിയ ചാൻസിൽ പെഡി കയറി പിടിച്ചതോടെ അമ്മച്ചിക്ക് മനസ്സിലായി ഇത് ഇരുട്ടത്ത് അവളെ കയറി പിടിച്ച കൈയാണെന്ന്. ഒരു തെണ്ടിയുടെ കൈ കണ്ടാൽ എനിക്ക് അറിയില്ലേ എന്ന് അവൾ പറയുന്നു. അങ്ങനെ സുഹൃത്തുക്കൾ അവർ ഒന്നാവുകയാണ്. അങ്ങനെ പല തൂറ്റിക്കൽ മത്സരങ്ങൾ വിജയിച്ച് പെഡി ദേശീയ തലത്തിലെത്തുന്നു. അവിടെ എതിരാളികൾ പെഡിയെ തൂറ്റിക്കുന്നു. പെഡിയുടെ കാലിന് പരിക്ക് പറ്റുന്നു. അവൻ ചാടിണീറ്റ് എതിരാളി അടിച്ചു തൂറ്റിച്ച് ഫസ്റ്റ് അടിക്കുന്നു. വിജയിച്ച് ബോധം കെട്ട് വീണ പെഡിക്ക് 2 ദിവസം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ഫൈനലും കഴിഞ്ഞ് പാത്രം കഴുകി എല്ലാവരും പോയിരുന്നു. അങ്ങനെ പരിക്കേറ്റ കാൽ കൊണ്ട് പെഡി തെണ്ടിയെങ്കിലും അവന് മത്സരിക്കാൻ സാധിച്ചില്ല. ഒടുക്കം ട്രെയിനിൽ പോകുമ്പോൾ അവൻ നൈസായിട്ട് കാൽ പുറത്തിടുന്നു. അണ്ണന്റെ കാൽ പോസിലിടിച്ച് കാൽ മുറിഞ്ഞു പോകുന്നു. വല്ലാത്തൊരു ഇത് പെഡിയുടെ ഒരു കളിയായിരുന്നു. വികലാംഗനായാൽ പാരഗെയിംസിൽ പങ്കെടുക്കാൻ പറ്റും. ഇനി അടിച്ചു തൂറ്റിക്കാൻ കഴിയാത്ത പെഡി റണ്ണിങ്ങിൽ കഷ്ടപ്പെട്ട് ഫസ്റ്റ് അടിച്ചു. അങ്ങനെ സ്വർണ്ണ മെഡൽ കൊടുക്കാൻ നേരം ഈ ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് ചായക്കുത്തിൽ തിന്നാനാണോ എന്ന് പറഞ്ഞ് അവനവന്റെ വിഷമങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സർക്കാർ അവർക്ക് ഒരു റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും പണിത് കൊടുത്ത് അവനെ ചില്ലാക്കി വിടുന്നു. അബ്സല്യൂട്ട് അപരാധം.